സ്ത്രീപർവം എന്ന കഥ തുടരുന്നു. ടെർമിനസ് സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ കിടപ്പുണ്ടായിരുന്നു. റിസർവേഷൻ ബോഗിക്കടുത്തെത്തിയപ്പോൾ നീന പറഞ്ഞു, ജയ, കയറിക്കൊള്ളൂ. അവൾ ബോഗിയിൽ കയറി ജനാലക്കരികിലെ സീറ്റിലിരുന്നു. ജയ, ഓൾ ദ ബെസ്റ്റ്. നീനക്ക് കുസൃതി ചിരി. ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് ജയ വെറുതെ ചുറ്റും നോക്കി. പിന്നീട് നീനയെ നോക്കി ചിരിച്ചു. തീരുമാനം ഏതായാലും എനിക്ക് ടെലഫോൺ ചെയ്യണം. എന്തിന്? 2 നാൾ കഴിഞ്ഞാൽ ഞാൻ ഇങ്ങെത്തുമല്ലോ. പോ മോളെ, നിന്റെ 2 നാൾ. അതൊക്കെ ഇനി നീയാണോ തീരുമാനിക്കാൻ? ഇവളുടെ നീണ്ട ഒരു നാക്ക്. പ്ലാറ്റ്ഫോമിൽ വേറെയും മനുഷ്യരുണ്ടെന്നുള്ള ഭാവമേ ഇല്ല ഇവൾക്ക്. ഞാൻ ടെലിഫോൺ ചെയ്യാം. നൈസ് ഗേൾ. ദൂരെ വിസിൽ മുഴങ്ങി. പ്ലാറ്റ്ഫോമിൽ സുഖയാത്ര നേരുന്നവരുടെ നനവാർന്ന കണ്ണുകൾ. വണ്ടി ഇളകി. ബൈ ബൈ. ഇളകുന്ന വണ്ടിയിലിരുന്ന് അവൾ കമ്പാർട്ട്മെന്റ് പരിശോധിച്ചു. അവളെ ആകെ മുഷിവ് തോന്നി. ഫസ്റ്റ് ക്ലാസ് ആയത് കഷ്ടമായി. പലപ്പോഴും ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടി വരും. കമ്പനിയുടെ ഓരോ നിയമങ്ങൾ. വണ്ടി വേഗത വെച്ച് വരികയായിരുന്നു. പെട്ടെന്നാണ് ഒരാൾ അവളിരുന്ന സ്ഥലത്തേക്ക് കടന്നു വന്നത്. കയ്യിൽ ബ്രീക്കേഴ്സ്, കക്ഷത്ത് ഏതാനും പത്രങ്ങൾ. അവൾക്കെതിരെയുള്ള സീറ്റിൽ അയാൾ ഇരുന്നു.